അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ മഗ്‌രിബിൻ്റെ സമയത്തിലെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ വന്ന കമൻസിന് റിപ്ലൈയും പറയുന്നുണ്ട് ഈ വീഡിയോയിൽ കൂടെ. ഫസ്റ്റ് ഈ കമൻറ്റ് നോക്കാം. നമുക്ക് പുറത്തു പോകുമ്പോൾ ഫേസ് കവർ ചെയ്യണമെന്നുണ്ടോ? ഇസ്ലാമിൽ ഇതിനെപ്പറ്റി പറയുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. നമുക്കിനി ഖുർആനിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്ത്രീകളുടെ ഔറത്ത് മറയ്ക്കുന്നതിനെ പറ്റിയും അവരുടെ മഹറംസിനെ പറ്റിയുമൊക്കെ പറഞ്ഞിട്ടുള്ള സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്ത് നോക്കാം. ഈ ആയത്തിൽ ഒന്നാമതായിട്ട് പറയുന്നത് സത്യവിശ്വാസിനികളോട് പറയുക അവരുടെ നോട്ടങ്ങളെ താഴ്ത്തുവാനും അവരുടെ പ്രൈവറ്റ് പാർട്സിനെ കാത്തു സൂക്ഷിക്കുവാനും അവർ അവരുടെ സൗന്ദര്യവും അതിനോടനുബന്ധിച്ചിട്ടുള്ള അലങ്കാരങ്ങളും നോൺ മെഹ്റംസിനോട് വെളിപ്പെടുത്താതിരിക്കുക, സ്വാഭാവികമായി വെളിപ്പെടുന്നത് ഒഴികെ. പിന്നെ അവരുടെ ഹിമാറുകൾ നെഞ്ചിന്മീതെ താഴ്ത്തിയിടാനും പറയുക. പിന്നെ അവരുടെ അലങ്കാരങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവർ കാലിട്ട് അടിക്കുകയും ചെയ്യരുത്. ഈ ആയത്ത് വെളിപ്പെടുത്താനുണ്ടായിരുന്ന കാരണം ജാഹിലിയ കാലത്ത് സ്ത്രീകൾ അവരുടെ ഹിമാറുകൾ ഷോൾഡറിൻ്റെ ബേക്കിൽ ചുരുട്ടി വയ്ക്കുമായിരുന്നു. അപ്പോൾ അവരുടെ കഴുത്തും നെഞ്ചിൻ്റെ ഭാഗവും ഒക്കെ വെളിപ്പെടുമായിരുന്നു. അവർ കുനിയുമ്പോഴത്തേക്കുമൊക്കെ അവരുടെ ഔറത്തൊക്കെ വെളിയിൽ പ്രദർശനമാവുമായിരുന്നു. അങ്ങനെയാണ് ഈ ആയത്ത് ഇറക്കപ്പെട്ടത്. നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാം, നമുക്ക് സ്വാഭാവികമായിട്ട് കാണുന്ന സൗന്ദര്യം അല്ലാതെ ഉള്ള സൗന്ദര്യങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അലങ്കാരങ്ങളും നോൺ മെഹ്റംസിൻ്റെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കരുത്. നമ്മൾ നമ്മുടെ കഴുത്തും നമ്മുടെ മുടിയും എല്ലാം മറയ്ക്കുകയും വേണം. പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് നമ്മൾ മുഖവും മുൻകൈയും മറയ്ക്കുന്നത് ഫർളാണോ അല്ലയോ എന്നുള്ളത്. കുറച്ച് സ്കോളേഴ്സ് പറയും മുഖവും മുൻകൈയും മറയ്ക്കേണ്ടത് ഫർളാണ്, എന്നാൽ കുറച്ച് സ്കോളേഴ്സ് പറയും മുഖവും മുൻകൈയും മറയ്ക്കേണ്ടത് ഫർളല്ല എന്ന്. സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്ത്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ആയത്തിൽ സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടുന്ന സൗന്ദര്യം ഒഴികെ എന്ന് പറയുന്നതിനെ ചില സ്കോളേഴ്സ് പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെ എന്നാണ്. നമ്മളിപ്പോൾ ഫുൾ ബോഡി കവർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്വാഭാവികമായിട്ട് ഒരു സൗന്ദര്യവും പ്രത്യക്ഷമാവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മുഖവും മുൻകൈയും വെളിപ്പെടുന്നതിനെ പറ്റി പറയുന്നത് അല്ല എന്ന് പറയുന്ന സ്കോളേഴ്സുമുണ്ട്. ഇനി അടുത്തത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി പറയുന്നത് സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടും പുത്രിമാരോടും പിന്നെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക, ജിൽബാബുകൾ അവരുടെ മീതെ താഴ്ത്തിയിടുവാൻ, അവരെ തിരിച്ചറിയപ്പെടുവാനും ശല്യപ്പെടുത്താതിരിക്കുവാനും ഇതാണ് ഏറ്റവും ഉത്തമം. ഈ ആയത്ത് ഇറക്കപ്പെടാനുണ്ടായ സാഹചര്യം സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മുനാഫിക്കീങ്ങൾ അവരെ ശല്യപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അവർ പറയും അവർ അടിമ സ്ത്രീയാണെന്ന് വിചാരിച്ചു എന്ന്. അന്നത്തെ കാലത്ത് അടിമ സ്ത്രീകളുള്ള കാലമായിരുന്നു. അവരുടെ ഡ്രസ്സിങ്ങൊക്കെ വേറെ രീതിയിലായിരുന്നു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കപ്പെട്ടത്. അവർ അടിമ സ്ത്രീകൾ അല്ല, സത്യവിശ്വാസിനികളായ സ്ത്രീകളാണെന്ന് തിരിച്ചറിയപ്പെടുവാനും അവരെ കളിയാക്കാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജിൽബാബുകൾ അവരുടെ മേൽ താഴ്ത്തിയിടാൻ പറഞ്ഞത്. സ്ത്രീകളെ അടിച്ച് താഴ്ത്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അല്ല അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത്. ഈ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ സ്ത്രീകളോട് ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ മുസ്ലിംസ് തന്നെ പറയും അവരെ അടിച്ച് താഴ്ത്തുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ സ്ത്രീകളോട് ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞതെന്ന്. കാരണം അവർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുമില്ല, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല. അള്ളാഹു പറഞ്ഞത് മനസ്സിലാക്കാത്തതും അള്ളാഹു പറഞ്ഞത് കേൾക്കാത്തതും അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിച്ചു കീറായിട്ട് കൊടുക്കുന്നത് നല്ല കാര്യമല്ല. സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ആയത്ത് വെച്ചിട്ടാണ് കുറച്ച് സ്കോളേഴ്സ് പറയുന്നത് അവരുടെ ഫേസും ഹാൻഡും ഔറത്താണ്, അതും മറച്ചേ പറ്റൂ, അത് മറയ്ക്കുന്നത് ഫർള് ആണെന്ന്. ജിൽബാബുകൾ അവരുടെ മീതെ താഴ്ത്തിയിടാൻ പറയുക എന്നത് വെച്ചിട്ടാണ് അവരുടെ ഫേസും ഹാൻഡും ഔറത്താണ്, ഫർളാണ്, അത് മറയ്ക്കുന്നതെന്ന് പറയുന്നത്.
എന്നാൽ ചില സ്കോളേഴ്സ് പറയുന്നത് ജിൽബാബ് എന്ന വാക്കിൻ്റെ അറബിക് ട്രഡീഷൻ അനുസരിച്ച് ജിൽബാബ് എന്ന വാക്ക് ഫേസും ഹാൻഡും ഒഴികെ ബാക്കിയെല്ലാം കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫേസും ഹാൻഡും കവർ ചെയ്യുന്നത് ഫർള് അല്ല എന്ന്. പിന്നെ ഈ സ്കോളേഴ്സ് സുനാൻ അബി ദാവൂദിലെ 4104 ഹദീസ് വെച്ചിട്ടും കൂടെയാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം അസ്മാ ബിന്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും അപ്പോൾ ഒരു കട്ടികുറഞ്ഞ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നതും. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിക്കുകയും അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അസ്മാ, സ്ത്രീ പ്രായപൂർത്തി അതായത് മെൻസുറേഷനായി കഴിയുമ്പോൾ അവളിൽ നിന്ന് കാണപ്പെടേണ്ടത് ഇതും മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെയും കൈകളെയും കാണിച്ചു കൊടുത്തു. ഈ ഹദീസ് വെച്ചിട്ട് മുഖവും മുൻകൈയും മറയ്ക്കുന്നത് ഫർളല്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ സുനാൻ അബി ദാവൂദിലെ 1833 ഹദീസ് വെച്ചിട്ടാണ് മറ്റുള്ള സ്കോളേഴ്സ് പറയുന്നത് മുഖവും മുൻകൈയും മറയ്ക്കൽ ഫർളാണെന്ന്. ആ ഹദീസിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ഇഹ്റാം സമയത്ത് മറ്റുള്ള ആളുകൾ അടുത്ത് വരുമ്പോഴത്തേക്കും അവരുടെ ജിൽബാബുകൾ അവർ തലയിൽ നിന്ന് മുഖത്തേക്ക് മൂടുമായിരുന്നു. അവർ പോയി കഴിഞ്ഞിട്ട് മുഖത്ത് നിന്ന് മാറ്റുമായിരുന്നു എന്ന്. എന്നാൽ മുഖവും മുൻകൈയും മറയ്ക്കുന്നത് ഫർള് അല്ല എന്ന് പറയുന്ന സ്കോളേഴ്സ് പറയുന്നത് ഇത് സുന്നത്തായ കാര്യമാണ്, ഫർളായിട്ടുള്ള കാര്യമല്ല എന്ന്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിൽ നമ്മൾ 100% കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ മഫ്ത ധരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ 100% മഫ്ത ധരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാക്കണം. അതായത് നമ്മളുടെ ഒരു മുടിയെങ്കിലും കാണുന്നെങ്കിൽ അത് മറയ്ക്കണം. പിന്നെ നമ്മൾ മഫ്ത ധരിച്ചിട്ട് മേക്കപ്പ് ഇടുകയാണെങ്കിൽ മേക്കപ്പ് ഒഴിവാക്കിയിട്ട് മഫ്ത ധരിക്കണം. നോൺ മെഹ്റംസിൻ്റെ മുമ്പിൽ നമ്മൾ മേക്കപ്പ് ഇടുന്നത് ഹറാമാണ്. നമ്മൾ മഫ്ത ധരിക്കുന്നതിൽ 100% ആയി. നമ്മൾ മഫ്ത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഖുർആനിലെ ഹിമാറാണ്. നമ്മൾ ഹിമാർ 100% അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്താൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് ട്രൈ ചെയ്യണം. അതായത് നിക്കാബ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ നിക്കാബ് ഇടുന്ന ആളാണെങ്കിൽ നിക്കാബിൽ 100% കൊടുക്കണം. നിക്കാബ് ഇട്ടിട്ടും നമ്മൾ ഐലൈനറോ കരിയോ എഴുതാൻ പാടില്ല. കാരണം നമ്മൾ ഐലൈനറും കരിയോ ഒക്കെ എഴുതുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നിക്കാബ് ധരിച്ചിട്ടും ഐലൈനറും കരിയൊക്കെ എഴുതുന്നത് നമ്മൾ മറ്റുള്ളവരെ സൗന്ദര്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഖുർആനിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോൺ മെഹ്റംസിൻ്റെ അടുത്ത് നമ്മുടെ അലങ്കാരങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന്. നിക്കാബിൽ നമ്മൾ 100% ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലെവലാണ് നമ്മുടെ കണ്ണും കൈയും ഒക്കെ മറച്ച് കണ്ണിൻ്റെ ഭാഗത്ത് നൈസ് തുണി വരുന്ന രീതിയിൽ ധരിക്കുന്ന വസ്ത്രം. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ മഫ്തയൊന്നും ഇടാതെ തലയിൽ ഷാളൊന്നും ഇടാത്ത ആൾക്കാർ കാണും. അപ്പോൾ അവർ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മഫ്ത ഇടാൻ ശ്രമിക്കണം. എന്നിട്ട് മേക്കപ്പൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കണം. നമ്മളിപ്പോൾ ഓരോ ലെവൽ അള്ളാഹുവിൻ്റെ അടുത്ത് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ കുറ്റപ്പെടുത്താനും കുറേ ആൾക്കാർ കാണും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്. ചിലപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് തന്നെ നിർത്തുന്നവർ കാണും. ചിലപ്പോൾ ചിലർ മഫ്തയൊക്കെ ഇട്ടിട്ട് മേക്കപ്പൊക്കെ ഇടുന്നവരായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കും, നീ മഫ്തയൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഇട്ടിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടോ എന്ന്. അങ്ങനെ അവർ വിചാരിക്കും എങ്കിൽ അള്ളാഹു സ്വീകരിക്കത്തില്ലായിരിക്കും മഫ്ത ഇടുന്നതൊന്നും, എങ്കിൽ മഫ്ത മാറ്റാമെന്ന്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൂടത്തേ ഉള്ളൂ. നമ്മൾ ഒരു സ്റ്റെപ്പ് അള്ളാഹുവിൻ്റെ അടുത്ത് അടുത്താൽ അള്ളാഹു അതിൻ്റെ ഇരട്ടി സ്റ്റെപ്പ് നമ്മളടുത്തോട്ട് അടുക്കും. പിന്നെ ഈ ചോദിക്കുന്ന ആൾക്കാർ കാണുമല്ലോ, നീ മഫ്ത ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നോ, മഫ്ത ഇട്ടിട്ട് മേക്കപ്പ് ഇടുന്നോ, എന്തെങ്കിലും ഫലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ മഫ്ത ഇടുന്നത് മാറ്റിയാൽ ആ ചോദിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇരട്ടി ശിക്ഷ അള്ളാഹുവിൻ്റെ നിന്ന് കിട്ടും. നമ്മൾ ഒരാൾ ഇസ്ലാമിലോട്ട് അടുക്കുന്നത് കണ്ടാൽ അയാളെ നമ്മൾ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ അയാളെ കുറ്റം കണ്ടെത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താനല്ല ശ്രമിക്കേണ്ടത്. മേക്കപ്പൊക്കെ ഒഴിവാക്കാൻ കുറേ പേർക്ക് നല്ല പാടായിരിക്കും ശീലിച്ചുകൊണ്ട്. മേക്കപ്പൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ കെയർ ചെയ്യണം. നമ്മളെപ്പോഴും മേക്കപ്പൊക്കെ ഇട്ടാലും നമ്മുടെ സ്കിന്ന് തന്നെ ഡാമേജായി പോവും. പിന്നെ എപ്പോഴും നമുക്ക് മേക്കപ്പ് ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ തോന്നും. അതുകൊണ്ട് നമ്മൾ സ്കിന്നിനെ എപ്പോഴും കെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇല്ലാതെ പുറത്ത് പോകാനൊക്കെ കോൺഫിഡൻസ് വരും. അങ്ങനെ നമ്മൾ ഓരോ ലെവല് അള്ളാഹുവിൻ്റെ അടുത്തോട്ട് അടുക്കണം. അള്ളാഹുവിൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് അള്ളാഹു പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ.
ചിലർക്ക് അള്ളാഹു പറഞ്ഞതൊക്കെ അറിയാം, പക്ഷേ അവർക്ക് മേക്കപ്പ് ഇടാതിരിക്കാനോ ഔറത്ത് കാണിക്കാതിരിക്കാനോ മഫ്ത ഇടാനോ ഒന്നും വയ്യ, അവർക്ക് മനസ്സ് വരത്തില്ല. അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇസ്ലാം മതത്തിൻ്റെ തെറ്റാണ്, അള്ളാഹു സ്ത്രീകളെയെല്ലാം അടിച്ച് താഴ്ത്തുകയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മതത്തെ വലിച്ച് കീറായിട്ട് കൊടുക്കരുത്. അടുത്ത കമൻറ്റ് എനിക്ക് വന്നതാണ്, ഖുർആൻ റീഡ് ചെയ്യാൻ ടിപ്സ് ഇടുമോ എന്ന്. നമുക്ക് അറബിക്ക് റീഡ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുകയാണ്. പിന്നെ അതിൻ്റെ ചിഹ്നങ്ങൾ വെച്ച് നമ്മൾ എങ്ങനെ ഉച്ചരിക്കണം എന്ന് പഠിക്കണം. അതിന് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ ഉണ്ട് അക്ഷരങ്ങൾ വായിക്കാനും അതിൻ്റെ ഉച്ചാരണങ്ങളും അതിൻ്റെ ചിഹ്നങ്ങൾ വെച്ച് വായിക്കുന്നതൊക്കെ. അതൊക്കെ നമ്മളൊരു ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് നമുക്കറിയാവുന്ന ചെറിയ സൂറത്തുകളൊക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ച് കൂട്ടി വായിച്ച് നോക്കണം. അങ്ങനെ എന്നും വായിച്ച് ശീലിക്കണം. പിന്നെ ഇപ്പോൾ ഖുർആൻ റെസിറ്റേഷൻ കേൾക്കുന്ന കുറേ ആപ്പുകളൊക്കെ ഉണ്ട്. ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം, അൽ ഖുർആൻ. ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ പഠിച്ച അക്ഷരം വെച്ച് വായിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിൻ്റെ റെസിറ്റേഷൻ കേൾക്കണം. അപ്പോൾ നമ്മൾ വായിച്ചത് കറക്റ്റാണോ ശരിയാണോ എന്നൊക്കെ നോക്കാൻ പറ്റും. നമുക്ക് ആദ്യമൊക്കെ സ്പീഡ് കുറവായിട്ടേ വായിക്കാൻ പറ്റൂ. നമ്മൾ എന്നും വായിച്ച് ശീലിക്കുമ്പോഴത്തേക്കും സ്പീഡ് കൂട്ടാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.